നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭാരത് ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു. നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സർവോപരി സമാധാനത്തിൻ്റെയും ഒരു വർഷമായിരിക്കട്ടെ ഈ 2026 എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി നേരോടെ നിർഭയം നിരന്തരം നുണ പറയുന്ന ഒരു ചാനലാണോ ഏഷ്യാനെറ്റ്? ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ വളരെ പ്രസക്തമായ ഒരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിൽ കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഒരു നേതാവ്, വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവ്, അയാളുടെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ വിരോധത്തിന്റെയും ഇന്ത്യ വെറുപ്പിന്റെയും ഒരു ആകത്തുകയാണ്. അങ്ങനെയുള്ള ഷെരീഫ് ഉസ്മാൻ ഹാദി എന്നൊരു നേതാവ് ഏതാണ്ട് 1.5 ആഴ്ച മുമ്പ് വധിക്കപ്പെട്ടു. ഒരു അജ്ഞാതൻ ഈ വ്യക്തി ഹാദി റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ, ധാക്ക നഗരത്തിലൂടെ റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്കിലെത്തിയ അജ്ഞാതരായ 2 പേരിൽ ഒരാൾ മുഖം മറച്ചിരുന്നു. ഹാദിക്ക് നേരെ വെടിയുതിർത്തു. ഹാദിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഹാദി സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണത്തിന് കീഴടങ്ങി. ഇത് ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭത്തിന് കാരണമായി. യൂനസ് സർക്കാരിനെതിരെ ജനരോഷം ആഞ്ഞടിച്ചു. എന്നാൽ ഈ ഒരു സംഭവത്തെ നമ്മുടെ ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ മലയാളികൾ നിരന്തരം കാണുന്ന ഒരു ചാനലുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ്. ആ ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്തത് ഒരു പ്രത്യേക പരിപാടി പോലെ തന്നെ അവതരിപ്പിച്ചത് ഈ ഹാദിയുടെ കൊലയാളി ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ്. ഈ കൊലയാളി ഇന്ത്യയിലേക്ക് കടന്ന റൂട്ട് മാപ്പ് സഹിതമാണ് ഏഷ്യാനെറ്റിന്റെ അവതാരകൻ PG സുരേഷ് കുമാറും അതുപോലെ ഡൽഹിയിലെ അവരുടെ സമുന്നതനായ നേതാവ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് എഡിറ്റർ ശ്രീ പ്രശാന്ത് രഘുവംശവും ചേർന്ന് റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിലെത്തി, അതായത് നേപ്പാൾ വഴി ബീഹാറിലെത്തി, ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലെത്തി ഇയാൾ ഒളിവിൽ കഴിയുന്നു ഈ കൊലയാളി എന്നാണ് ഏഷ്യാനെറ്റ് അടിച്ചുവിട്ടത്. ഇപ്പോഴിതാ ഈ ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഹാദിയുടെ കൊലയാളി എന്ന് കണ്ടെത്തിയ വ്യക്തി ദുബായിൽ ഇരുന്ന് തന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. താനല്ല കൊലയാളി, ഇതിന് കാരണം എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തുകയാണ്. ഞാൻ അതിലേക്ക് വരാം. അതായത് ഫൈസൽ കരീം മസൂദ് എന്ന ഒരു വ്യാപാരിയെയാണ് ഹാദിയുടെ കൊലയാളിയായിട്ട് യൂനസ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇയാൾക്കെതിരെ വലിയ ചില പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയെന്നും അതിന്മേലുള്ള വിരോധം കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫൈസൽ കരീം മസൂദ് ഇപ്പോൾ പറയുന്നത് ഹാദിയെ കൊലപ്പെടുത്തിയത് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. യൂനസ് സർക്കാരിനെ അവിടെ നിന്നും മാറ്റാതിരിക്കാൻ, അതായത് ഇടക്കാല സർക്കാരാണ് യൂനസിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ ഉടനടി തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. സൈന്യം ഇടപെടുന്നു. സൈന്യം സുഗമമായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തയ്യാറായില്ലെങ്കിൽ യൂനസിനെ മാറ്റി മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരും എന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ തന്റെ സർക്കാർ മാറാതിരിക്കാൻ, അതിനെ മാറ്റാതിരിക്കാൻ എന്ത് കുതന്ത്രവും യൂനസ് പ്രയോഗിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെ യൂനസ് സർക്കാരിന്റെ താല്പര്യപ്രകാരം ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ ഹാദിയെ കൊലപ്പെടുത്തിയതെന്നും തനിക്കിതിൽ പങ്കില്ലെന്നും താൻ ഇന്ത്യയിലേക്ക് ഒളിച്ചു പോയിട്ടില്ലെന്നും ഒക്കെ ഫൈസൽ കരീം മസൂദ് വളരെ വ്യക്തമായി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ ഉദ്ധരിക്കാം. വീഡിയോയിൽ പറയുന്നത്: ഞാനല്ല ഹാദിയെ കൊന്നത്, ഞാനും എന്റെ കുടുംബവും കുടുങ്ങിക്കിടക്കുകയാണ്. രാഷ്ട്രീയ വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ദുബായിൽ വന്നത്. ഭാരതത്തിൽ അഭയം തേടിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് മസൂദ് പറയുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ ഉൽപ്പന്നമാണ് ഹാദി. അവർ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലും. ഹാദിയുമായി തനിക്ക് പ്രൊഫഷണൽ രാഷ്ട്രീയ ഇടപാടുകൾ ഉണ്ടായിരുന്നു. തനിക്ക് IT സ്ഥാപനമുണ്ട്. സർക്കാരിൽ നിന്ന് കരാർ നേടിത്തരാമെന്ന് പറഞ്ഞ് ഹാദി സംഭാവന വാങ്ങിയിരുന്നു. ഫൈസൽ പറയുന്നു. ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഫൈസൽ കരീം മസൂദ്, അലങ്കർ ഷെയ്ഖ് എന്നിവർ മേഘാലയയിലേക്ക് കടന്നതായും
ഈ ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് ആരോപിച്ചിരുന്നു. ഇതും തെറ്റാണെന്ന് ഫൈസൽ കരീം വ്യക്തമാക്കുന്നു. ഈ താൻ ദുബായിലാണെന്ന് വ്യക്തമാക്കി വീഡിയോ പുറത്തു വിട്ടതോടെ, ഫൈസൽ കരീമിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഈ ഭാരതത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ചിലരുടെ കുൽസിത ശ്രമങ്ങൾ തകർന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശിലെ മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങൾ ഔദ്യോഗികമായി ബംഗ്ലാദേശ് സർക്കാരോ ബംഗ്ലാദേശ് പോലീസോ പറഞ്ഞിട്ടില്ല നേപ്പാൾ വഴി ഹാദിയുടെ കൊലയാളി ഫൈസൽ കരീം മസൂദ് ബീഹാറിലേക്കും അവിടെ നിന്ന് നമ്മുടെ മഹാരാഷ്ട്രയിലേക്കും കടന്നു, അവിടെ ഒളിവിൽ താമസിക്കുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഈ വാർത്ത കിട്ടിയതെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ മെട്രോപൊളിറ്റൻ പോലീസ് മേഘാലയയിലേക്ക് കടന്നിരിക്കാം എന്നൊരു സാധ്യത പറഞ്ഞിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ വലിയ ബലമുള്ള ഒരു ആക്ഷേപമോ ആരോപണമോ ആയിരുന്നില്ല. മാത്രമല്ല, ഈ ഹാദിയുടെ രാഷ്ട്രീയ സംഘടന, ഹാദി ഏത് സംഘടനയിലാണോ പ്രവർത്തിക്കുന്നത് ആ സംഘടന തന്നെ പറയുന്നു ഈ കൊലയാളി യൂനസിന്റെ സ്പോൺസർഷിപ്പിൽ നടന്ന ഒരു കൊലപാതകമാണ്, യൂനസ് സർക്കാരിന് ഇതിൽ പങ്കുണ്ട്, യൂനസ് സർക്കാർ അറിയാതെ ഈ കൊലയാളി രക്ഷപ്പെടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ആ ഇൻഗുലാബ് മോഞ്ചോ എന്ന ആ സംഘടന വ്യക്തമായിട്ട് ഭാരതത്തിന്റെ പേരൊരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ കൊലയാളി ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാരുമായിട്ട് എത്രയും വേഗം ചർച്ച നടത്തി ആ കൊലയാളിയെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്നാണ് ഇൻഗുലാബ് മോഞ്ചോയുടെ ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ പുറത്തു വന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങൾക്ക് പറ്റിയ പിഴവ് തിരുത്താനോ ശരിയായ വാർത്ത പുറത്തുവിടാനോ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താണ് താല്പര്യം? ഈ കൊലയാളി ഇന്ത്യയിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് എന്തിനാണ് കച്ചമുറുക്കി രംഗത്തിറക്കിയത്? ഇന്ത്യയിലെ മറ്റൊരു മാധ്യമവും ഇത്തരത്തിൽ നീചമായി ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് PG സുരേഷ് കുമാറിനും പ്രശാന്ത് രഘുവംശത്തിനും ഇക്കാര്യത്തിൽ ഇത്ര ആവേശം എന്ന് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പല പത്രപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമിയുടെ പേറോളിൽ ഉള്ളവരാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ പല സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ജമാഅത്ത് ഇസ്ലാമിയുടെ പണം കൈപ്പറ്റുകയാണ് എന്ന ആക്ഷേപവും നമുക്കറിയാം. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി വാതോരാതെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന അംബേദ്കറൈറ്റുകളെയും നമുക്കറിയാം. ഈ സാഹചര്യത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ കൂടി എത്തപ്പെടുകയാണോ എന്ന ഒരു വലിയ സംശയമാണ് ഇവിടെ ഉയരുന്നത്. ഇല്ലെങ്കിൽ ഒരു സോഴ്സും ഇല്ലാത്ത ഒരു വാർത്ത എങ്ങനെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ചാനലിന് ലഭിക്കുന്നു? ആ വാർത്ത മുൻപിൻ നോക്കാതെ സത്യമാണോ കള്ളമാണോ എന്ന് പോലും അന്വേഷിക്കാതെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെയോ ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിനെയോ ഒന്നും ബന്ധപ്പെടാതെ ആ വാർത്ത എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാമത്തെ മലയാളം ചാനൽ എന്ന് തന്നെ പറയാം. കാരണം അതിനു മുമ്പ് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വകാര്യ മേഖലയിൽ കടന്നു വന്ന ആദ്യത്തെ ചാനലാണ് കേരളത്തിലെ ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഇങ്ങനെയൊരു വാർത്ത വന്നത്. എന്നാൽ ഈ വാർത്ത തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു, ഈ വാർത്ത ശരിയല്ല, ഞങ്ങൾക്ക് ലഭിച്ച ആ വാർത്ത ലഭിച്ച ഉറവിടം ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഞങ്ങളുടെ സോഴ്സ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് തിരുത്താനുള്ള ഒരു സന്മനസ്സെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് കാണിക്കേണ്ടതാണ്. ഇനിയും വൈകിയിട്ടില്ല എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ അവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനും വിഘടിപ്പിക്കാനും അതിൽ നിന്ന് മുതലെടുക്കാനും വേണ്ടിയിട്ട് ധാരാളം ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഈ രാജ്യത്തെ ഏത് വിധേനയും നശിപ്പിച്ചേ മതിയാവുള്ളൂ. അതിന് അവർ ധാരാളം നരേറ്റീവുകൾ, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെന്ന് തലവെച്ചു കൊടുക്കരുതേ എന്ന അപേക്ഷയാണ് ഭാരത് ലൈവിന് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, കട്ടിംഗ് സൗത്ത് പോലെയുള്ള പദ്ധതികൾ, അതായത്
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഉത്തരേന്ത്യയിൽ നിന്ന് വേർതിരിച്ച് മാറ്റി ഭാഷയുടെയും വേഷത്തിന്റെയും ആചാരത്തിന്റെയും എന്തിന് ആദർശത്തിന്റെയും ഒക്കെ പേരിൽ വെട്ടിമുറിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ ശത്രുവാക്കി മാറ്റാൻ വേണ്ടുന്ന വലിയ പരിശ്രമം നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇതിന് ദയവായി നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും തലവെച്ചു കൊടുക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. എന്തായാലും ഈ ഫൈസൽ കരീം മസൂദ് ദുബായിൽ നിന്ന് ഒരു വീഡിയോ ചെയ്ത് പുറത്തുവിട്ടതോടുകൂടി അത്രയെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംഭവത്തിൽ ഉണ്ടായ തെറ്റ് തിരുത്താൻ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് തയ്യാറാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂനിസ് സർക്കാരിന് വലിയ വ്യാമോഹങ്ങളുണ്ട്, അവർക്ക് വലിയ താല്പര്യങ്ങളുണ്ട്, അവരുടെ പുറകിൽ ചില വൻ ശക്തികളുമുണ്ട്. അവരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത്. ബംഗ്ലാദേശിലെ ഈ വലിയ കലാപം സൃഷ്ടിക്കുന്നത് തന്നെ ഇന്ത്യയുമായിട്ട് ഒരു നേരിട്ട് ഏറ്റുമുട്ടാൻ, ഒരു യുദ്ധമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. നമ്മുടെ വിദേശകാര്യ വകുപ്പ്, നമ്മുടെ നയതന്ത്ര വിദഗ്ധന്മാർ ഒക്കെ ഈ കാര്യം വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രകോപനമുണ്ടായാലും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കയറി ഇടപെടാത്തത് അതുകൊണ്ടാണ്. നമുക്കറിയാം, അങ്ങനെ ഇടപെട്ടാൽ അതൊരു വലിയ യുദ്ധത്തിലായിരിക്കും കലാശിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന് ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഭാരതം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. യൂനിസ് സർക്കാരിന് പല താല്പര്യങ്ങളുമുണ്ട്. ആ താല്പര്യങ്ങൾ നമ്മളത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാനുള്ളതല്ല. ഈ ഒരു ചിന്ത നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് കാര്യമായിട്ട് ഉണ്ടാകണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.